ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അതിൽ സൈനിക ശാസ്ത്ര മേധാവികളെ ലക്ഷ്യമിട്ടതും ആക്രമണങ്ങളുടെ വ്യാപ്തി നൽകുന്നതും മറ്റൊരു സൂചനയാണ്. ഒരു വൻ ആക്രമണങ്ങളെക്കുറിച്ച് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്. ആണവ പദ്ധതികൾ അട്ടിമറിക്കുകയെന്ന ലക്ഷ്യത്തിലാണ് ഇസ്രായേൽ ടെഹ്റാനിൽ ആക്രമണങ്ങൾ നടത്തിയതെന്ന് പറയുന്നെങ്കിലും ആത്യന്തിക ലക്ഷ്യം ഭരണകൂട അട്ടിമറിയെന്ന് സൂചന. അതിൻ്റെ വ്യാപ്തിയും ലക്ഷ്യങ്ങളുടെ തെരഞ്ഞെടുപ്പും ഇസ്രായേൽ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളും പരിശോധിച്ച് റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന ആക്രമണങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും മിസൈൽ ഫാക്ടറികളെയും മാത്രമല്ല, രാജ്യത്തിൻ്റെ സൈനിക ശൃംഖലകളിലെ പ്രധാന വ്യക്തികളെയും ആണവ ശാസ്ത്രജ്ഞരെയും ലക്ഷ്യമിട്ടു. ഇറാന്റെ വിശ്വാസ്യതയും ശക്തിയും സഖ്യകക്ഷികൾക്കിടയിൽ അസ്ഥിരപ്പെടുത്തുന്നതിനൊപ്പം ഇറാനിയൻ നേതൃത്വത്തെയും അസ്ഥിരമാക്കുകയെന്ന ലക്ഷ്യം ഇസ്രായേലിനുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. അവർ ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നു എന്നാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിൻ്റെ കീഴിലുണ്ടായിരുന്ന മുൻ ഉദ്യോഗസ്ഥരും വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നിയർ ഈസ്റ്റ് പോളിസിയിലെ വിദഗ്ധനുമായ മൈക്കൽ സിംഗ് പറയുന്നത്. ഇറാനിലെ ജനങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് കാണാൻ ആഗ്രഹിക്കുന്നു എന്നും പരിമിതമായ സിവിലിയൻ നാശങ്ങളും വിശാലമായ ലക്ഷ്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഏകദേശം 50 വർഷമായി നിങ്ങളെ അടിച്ചമർത്തുന്ന ഇസ്ലാമിക ഭരണകൂടം ഇസ്രായേൽ രാഷ്ട്രത്തെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ആണവ ബാലിസ്റ്റിക് മിസൈൽ ഭീഷണി ഇല്ലാതാക്കുക എന്നതായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഞങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള പാത ഞങ്ങൾ ഒരുക്കുകയാണ്. ഭരണകൂടത്തിന് അവർക്ക് എന്താണ് സംഭവിച്ചതെന്നോ എന്ത് സംഭവിക്കുമെന്നോ അറിയില്ല. എഴുന്നേറ്റ് നിന്ന് ശബ്ദം ഉയർത്താനുള്ള അവസരമാണ് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നത് എന്നും നെതന്യാഹു പറയുന്നു. എന്നാൽ ഇതിത്ര എളുപ്പമാകില്ല. ഇസ്ലാമിക ആശയങ്ങളുടെ ബലത്തിലാണ് ടെഹ്റാനിലെ രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളെ നയിക്കുന്നത്. ഇതിന് വ്യാപക പിന്തുണയുമുണ്ട്. വിശ്വസ്തരായ സുരക്ഷാ സേനയുടെ പിന്തുണയും ഭരണകൂടത്തിനുണ്ട്. നേതൃത്വത്തെ പുറത്താക്കാൻ ആവശ്യമായ ബഹുജന പിന്തുണ ലഭിക്കുകയെന്നത് ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇറാനിൽ പ്രതിപക്ഷത്തിന് ഒന്നിച്ചു നിൽക്കാൻ എന്ത് സാഹചര്യങ്ങൾ ആവശ്യമാണെന്ന് ആർക്കും അറിയില്ല. ആക്രമണത്തിലൂടെ ഇറാന്റെ ആണവ പദ്ധതികളും ബോംബ് നിർമ്മാണവും വൈകിപ്പിക്കാൻ കഴിയുമെങ്കിലും അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിവില്ല. സിവിലിയൻ ആവശ്യങ്ങൾക്കാണ് ആണവ പദ്ധതിയെന്ന് ഇറാന്റെ നിലപാട്. എന്നാൽ ഇത് ആഗോള ആണവ നിർവ്യാപന കരാറുകളുടെ ലംഘനമാണിതെന്നും UN ആണവ നിരീക്ഷണ സംഘം വിലയിരുത്തുന്നു. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകുകയും ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെ ചെറുത്താൻ സഹായം നൽകുകയും ചെയ്ത അമേരിക്ക പക്ഷേ അധികാരമാറ്റത്തെക്കുറിച്ച് സൂചന നൽകിയിട്ടില്ല. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൊളിക്കണമെങ്കിൽ ഇസ്രായേലിന് ഏറെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇറാന് ചുറ്റുമുള്ള പ്രതിരോധ കോട്ടകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കുക എളുപ്പമല്ല. സൈനിക നീക്കത്തിലൂടെ ഇറാന്റെ ആണവ പദ്ധതികൾ നശിപ്പിക്കാൻ കഴിയില്ലെന്നും അതിന് ഭരണമാറ്റമാണ് വേണ്ടതെന്നും ഇസ്രായേൽ പ്രതിരോധ വകുപ്പും ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ഏറ്റവും ഉന്നത വ്യക്തിത്വങ്ങളെ കൂടി ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ഇറാനിയൻ സുരക്ഷാ സംവിധാനത്തെ ആശയക്കുഴപ്പത്തിലേക്കും ആശങ്കയിലേക്കും തള്ളിവിടാൻ ഇത് സഹായിക്കുമെന്ന് മൊസാദിന്റെ മുൻ ചീഫ് അനലിസ്റ്റ് സിമ ഷൈൻ പറയുന്നു. കൊല്ലപ്പെട്ടവർ വിവിധ രംഗങ്ങളിലെ വിദഗ്ധരാണ്. വർഷങ്ങളായി ഭരണകൂടത്തിന്റെ വിശ്വസ്തരാണ്. രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഇവരെ കേന്ദ്രമാക്കിയാണ് പ്രവർത്തിച്ചത്. ഇവരെ ഇല്ലാതാക്കുന്നതിലൂടെ ഇസ്രായേൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നും വ്യക്തമാണെന്നും ഷൈൻ പറഞ്ഞു. അപ്പോഴും അടുത്തതായി അധികാരത്തിലെത്തുന്ന പിൻഗാമികളുടെ സ്വഭാവവും നിർണായകമാണെന്നും ഇവർ ഇസ്രായേലിനെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പു പറയാൻ കഴിയില്ലെന്നും അറ്റ്ലാന്റിക് കൗൺസിലിലുള്ള മിഡിൽ ഈസ്റ്റിലെ മുൻ US ഡെപ്യൂട്ടി നാഷണൽ ഇന്റലിജൻസ് ഓഫീസറായ ജോനാഥൻ പാനിക്കോഫ് പറഞ്ഞു.